ഏറെ കോളിളക്കം സൃഷ്ടിച്ച ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഏതാണ്ട് മന്ദഗതിയിലായ അവസ്ഥയിലാണ്. വഴിമുട്ടിയ ഒരു സാഹചര്യത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഉള്ളത് എന്നാണ് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ വിലയിരുത്താൻ കഴിയുന്നത്. കേസിൽ ഏതാണ്ട് 12ലധികം പ്രതികൾ 2 കേസുകളിലായിട്ട് അറസ്റ്റിലായിട്ടുണ്ട്. ആ പ്രതികളിൽ പലരും ഇതിനോടകം തന്നെ സ്വാഭാവിക ജാമ്യം തേടി പുറത്തിറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ കേസിൽ ഇതുവരെയും കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രതികൾ സ്വാഭാവിക ജാമ്യത്തിന് അർഹരാണ്. അങ്ങനെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാർ, ഒപ്പം തന്നെ മറ്റൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ശ്രീകുമാർ എന്നിങ്ങനെ 3 പ്രതികളാണ് ജാമ്യം കിട്ടി പുറത്തു വന്നത്. അതിൽ മുരാരി ബാബുവും സുധീഷ് കുമാറും സ്വാഭാവിക ജാമ്യം നേടിയാണ് പുറത്തു വന്നത്. 90 ദിവസം ജയിൽവാസം കഴിഞ്ഞ ശേഷമാണ്. ശ്രീകുമാറിന് 43 ദിവസത്തിന് ശേഷം ജാമ്യം നൽകുകയായിരുന്നു കോടതി ചെയ്തത്. അങ്ങനെ ഇതിനോടകം 3 പ്രതികൾ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റു പ്രതികൾ ഓരോരുത്തരായിട്ട് പുറത്തിറങ്ങാനുള്ള അവസരം ഒരുങ്ങുകയാണ്. ഒന്നാം പ്രതിയായിട്ടുള്ള ഈ കേസിന്റെ കിങ് പിന്നായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി, ആദ്യ കേസിൽ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റൊരു കേസ് കൂടി ഉള്ളത് കൊണ്ടാണ് പുറത്തിറങ്ങാൻ കഴിയാത്തത്. ഇന്ന് അദ്ദേഹത്തിന്റെ 2ാം കേസിലെയും 90 ദിവസം ജയിൽവാസം പൂർത്തിയാകുന്നു. ജാമ്യ ഹർജിയിൽ അടുത്ത ദിവസം തന്നെ വിധി വരും. അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജയിലിന് പുറത്തേക്ക് നടന്നിറങ്ങുന്ന ഒരു കാഴ്ച കേരളീയ ജനതയ്ക്ക് കാണേണ്ടി വരും. അപ്പോൾ അത് വലിയൊരു ആശങ്കയാണ് കേരളീയ പൊതുസമൂഹത്തിന് സൃഷ്ടിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ കേസിൽ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ഈ സ്വർണം ഇവർ മോഷ്ടിച്ചു കൊണ്ടുപോയി എവിടെയാണ് വിറ്റത് എന്ന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നഷ്ടപ്പെട്ട സ്വർണം തൊണ്ടി മുതൽ തിരിച്ചെടുക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ശബരിമലയിൽ ഇരിക്കുന്ന സ്വർണവും പാളികളും ഒക്കെ തന്നെ ഒറിജിനൽ ആണോ, മുൻപ് ഉണ്ടായിരുന്നത് തന്നെയാണോ എന്ന് ഉള്ള ശാസ്ത്രീയ പരിശോധനയുടെ അന്തിമ ഫലം പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള വളരെ നിർണായകമായ കാര്യങ്ങളിലൊന്നും തന്നെ ഉത്തരം ലഭിക്കാതെ അതൊന്നും തന്നെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താത്ത ഒരു സാഹചര്യമാണുള്ളത്. കുറ്റപത്രത്തിന്റെ കരട് തയ്യാറാക്കുന്ന ഒരു നടപടിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നില്ല. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല. കൂടുതൽ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘത്തിന് പോകാൻ സാധിക്കുന്നില്ല. അത്തരത്തിൽ അങ്ങനെ ഏതാണ്ട് കെട്ടുപിടഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയിലാണ് അന്വേഷണം എന്ന് നമുക്ക് പറയാതെ ഇരിക്കാൻ നിർവാഹമില്ല. ഈ വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് നിയമസഭയ്ക്കകത്ത് UDF ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുകയും സഭ ബഹിഷ്കരിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. അവർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാരണം, ഇത്തരത്തിൽ പ്രതികൾ ഓരോരുത്തരായിട്ട് പുറത്തു വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ അന്വേഷണ സംഘത്തിന് മുകളിലുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഒരു സ്വാധീനമാണ്, സമ്മർദ്ദമാണ്. അന്വേഷണ സംഘത്തെ മുന്നോട്ട് പോകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനുവദിക്കുന്നില്ല എന്ന ഗുരുതരമായ വിമർശനമാണ് പ്രതിപക്ഷം, പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിക്കുന്നത്. നിരവധി ആളുകളിലേക്ക് ഇനി അന്വേഷണം പോകേണ്ടതുണ്ട്. മുൻ ദേവസ്വം മന്ത്രി, ഈ കൊള്ള നടക്കുന്ന സമയത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, ഒപ്പം തന്നെ ഏറ്റവും ഒടുവിൽ 2025 സമാനമായ രീതിയിൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാനായിട്ട് പുറത്തു കൊടുത്തു വിട്ടപ്പോൾ അന്ന് ദേവസ്വം പ്രസിഡന്റായിട്ടിരുന്നിട്ടുള്ള PS പ്രശാന്ത്, അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങൾ, അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന VN വാസവൻ ഉൾപ്പെടെയുള്ളവരിലേക്ക് അന്വേഷണം നീങ്ങുന്നില്ല. കാരണം 2019 നടന്ന സ്വർണ്ണക്കൊള്ളം മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2025 സമാനമായ രീതിയിൽ ഈ സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശാൻ എന്ന വ്യാജേന പുറത്തു കൊണ്ടുപോയത് എന്നാണ് ഈ അന്വേഷണത്തിന്റെ ഒരു നിരീക്ഷണം വഹിക്കുന്ന ഹൈക്കോടതിയുടെ 2-അംഗ ദേവസ്വം ബെഞ്ച് നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ അന്വേഷണത്തെ അട്ടിമറിക്കുകയാണ് സർക്കാർ. ഓരോ പ്രതികളെയും പുറത്തു വരാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് സർക്കാർ എന്ന ഗുരുതരമായ വിമർശനം ഉന്നയിക്കുന്നത്. കാരണം ഈ സർക്കാരിനെ സംബന്ധിച്ച് നിലവിൽ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ജയിലിൽ കിടക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്നുള്ള ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ മുൻ ദേവസ്വം പ്രസിഡന്റ് A പത്മകുമാർ, അദ്ദേഹം മുൻ MLA കൂടിയായിരുന്നു. ഒപ്പം തന്നെ CPM-ന്റെ അടുത്ത ആളും അടുത്ത അനുഭാവിയും ഒക്കെ ആയിട്ടുള്ള N വാസു, മറ്റൊരു സഖാവായിട്ടുള്ള N വിജയകുമാർ, CPI-യുടെ ഒരു സഖാവായിട്ടുള്ള KP ശങ്കർദാസ്, ഇങ്ങനെ 4 സഖാക്കന്മാർ ഈ കേസിൽ ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് ഈ സഖാക്കളെ എല്ലാം തന്നെ പുറത്തിറക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നതാണ് സർക്കാരും CPM-ഉം ഒക്കെ ലക്ഷ്യമിടുന്നത്. അതിനു വേണ്ടിയിട്ട് സർക്കാരിനൊത്ത്, സർക്കാരിന്റെ ഹിതമറിഞ്ഞുകൊണ്ട്, ഇംഗിതം അറിഞ്ഞുകൊണ്ട് അതിനൊത്ത് തുള്ളുകയാണ് പ്രത്യേക അന്വേഷണ സംഘം എന്ന വിമർശനം ഹൈക്കോടതിയുടെ മേൽനോട്ടം ഉണ്ടെങ്കിൽ പോലും അത്തരത്തിൽ സർക്കാരിന്റെ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ഈ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല എന്ന ഗുരുതര വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നു. അത് പ്രതിപക്ഷം ഉയർത്തുന്നത് മാത്രമല്ല, ഈ പ്രതികൾ ജാമ്യാപേക്ഷയുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചായ ജസ്റ്റിസ് A ബദ്രുദ്ദീന്റെ ബെഞ്ചിലാണ് പ്രതികളുടെ ഒക്കെ തന്നെ ജാമ്യാപേക്ഷ എത്തിയത്. ആ സന്ദർഭങ്ങളിലെല്ലാം വളരെ ഗുരുതരമായ വിമർശനമാണ് അന്വേഷണ സംഘത്തിനെതിരെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഉയർത്തിയത്. കഴിഞ്ഞ ഡിസംബർ 12-ാം തീയതി ഒരു ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് സിംഗിൾ ബെഞ്ച് പുറത്തിറക്കിയ ഉത്തരവിൽ ഡിസംബർ 4-ാം തീയതിക്ക് ശേഷം
ഒരു അന്വേഷണ പുരോഗതിയും ഈ കേസിൽ ഉണ്ടായിട്ടില്ല എന്ന ഗുരുതര വിമർശനം ജസ്റ്റിസ് എ ബദ്രുദ്ദീന്റെ ബെഞ്ചിൽ നിന്നും ഉണ്ടായി. അതിന് പിന്നാലെയാണ് തിടുക്കപ്പെട്ട് ചില അറസ്റ്റുകൾ ഈ പറയുന്ന പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും പിന്നീട് മുൻ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന എൻ വിജയകുമാറിന്റെയും ശങ്കർദാസിന്റെയും തന്ത്രിയുടെയും ഉൾപ്പെടെയുള്ള അറസ്റ്റുകളെല്ലാം നടന്നത് ഹൈക്കോടതിയുടെ ആ വിമർശനത്തിന് ശേഷമായിരുന്നു. ഏറ്റവും ഒടുവിലും പല ജാമ്യ ഹർജികളിലും ഈ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവുകളിൽ സമാനമായ രീതിയിൽ കോടതി വിമർശനം ഉന്നയിക്കുന്നുണ്ട്. കോടതി ചൂണ്ടിക്കാട്ടിയത് പ്രധാനപ്പെട്ട അവസാനം ഒരു വിധിയിൽ കോടതി ചൂണ്ടിക്കാട്ടിയത് നിങ്ങൾ ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കണം. കാരണം ഈ പ്രതികൾക്ക് അവർക്കെതിരായിട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രതികൾ ഓരോരുത്തരായിട്ട് പുറത്തു വരും. മാത്രവുമല്ല, ഈ തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കേസന്വേഷണത്തെ കാര്യമായിട്ട് ബാധിക്കും. നിങ്ങളത് ഗൗരവത്തോടെ കാണണമെന്ന് കോടതി അപേക്ഷിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിലാണ് ഈ അതിന്റെ അന്വേഷണങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഇതിനുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണം വെളുപ്പിക്കലാണ് അന്വേഷിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു വിലയിരുത്തൽ. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ ഈ കേസിൽ നിന്നും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ മൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത് 9 മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലാണ് ഉണ്ടായത്. പല കാര്യങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ വരും ദിനങ്ങളിൽ ഈ കേസിലെ ഓരോ പ്രതികളെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള സുധീഷ് കുമാറിനെയും ശ്രീകുമാറിനും ഉൾപ്പെടെയുള്ള പ്രതികളെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ച് ചോദ്യം ചെയ്യും. ഇവരെയൊക്കെ തന്നെ കുറ്റക്കാരാണെന്ന് കണ്ടാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ ആ രീതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോൾ ഇതിൽ ഈ കേസിൽ നിന്നും പുറത്തിറങ്ങാൻ പോകുന്ന അടുത്ത പ്രതികൾക്കും ഇനിയിപ്പോൾ കാത്തിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലേക്കാണ് ഈ പ്രതികൾ ഓരോരുത്തരായിട്ട് ഇനിയിപ്പോൾ എത്തുക. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെങ്കിലും പിന്നീട് പുറത്തിറങ്ങാൻ പോകുന്ന എൻ വാസുവും എ പത്മകുമാറും വിജയകുമാറും ഉൾപ്പെടെയുള്ള പ്രതികൾ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻ സിഇഒ ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരി, ഒപ്പം തന്നെ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയായിട്ടുള്ള ഗോവർദ്ധൻ ഉൾപ്പെടെയുള്ള പ്രതികളെല്ലാം തന്നെ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ നേരെ വന്ന് കയറുക എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുന്നിലേക്കാണ്, അവരുടെ ചോദ്യം ചെയ്യലിലേക്കാണ്. ആ ചോദ്യം ചെയ്യലിൽ സംശയം കണ്ടെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ ഇവർ കുറ്റവാളികളാണെന്ന് തെളിഞ്ഞാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് വീണ്ടും അവരെ ജയിലിലേക്ക് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരമൊരു സാധ്യത കൂടി നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും ഈ കേസിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നലെ നിയമസഭയിൽ മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി അദ്ദേഹം പറയുന്നത് ഈ കേസിന്റെ മേൽനോട്ടം നിർവഹിക്കുന്ന ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇതുവരെയും ഈ അന്വേഷണത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നാണ്. അതേസമയം ഈ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ജാമ്യ ഹർജിയിൽ പറയുന്ന വിമർശനങ്ങളെ മുഖ്യമന്ത്രി അത്ര ഗൗരവത്തോടുകൂടി കാണുന്നുമില്ല. ഒരു ജഡ്ജിക്ക് അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന നിലയിലാണ് മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ പ്രസംഗിച്ചത്. അദ്ദേഹം മുൻപ് സമാനമായ രീതിയിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ ജസ്റ്റിസ് എ ബദ്രുദ്ദീന്റെ ബെഞ്ചിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. അദ്ദേഹം ഇന്നലെ നിയമസഭയ്ക്കകത്ത് പറഞ്ഞതും സമാനമായ രീതിയിലാണ്. മറ്റൊരു ജഡ്ജി അദ്ദേഹത്തിന് തോന്നിയ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ തോന്നിയ കാര്യങ്ങൾ പറയുകയല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വസ്തുതകളും നിരീക്ഷിച്ച് അതിനെക്കുറിച്ച് വിശദമായി പഠിച്ച ശേഷമാണ് ആ ഉത്തരവിൽ അത്തരം കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം വെറുതെ നിരീക്ഷിച്ചത് മാത്രമല്ല, വെറുതെ വാക്കാൽ പറഞ്ഞതല്ല, വാദത്തിനിടയിൽ പറഞ്ഞ കാര്യങ്ങളല്ല. അദ്ദേഹം ആ കേസുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിന് ഉയരുന്ന ആശങ്കകളാണ് ആ ഓരോ വിധിന്യായത്തിലും കുറിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തോട് നിങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി ഗൗരവത്തോടുകൂടി കേസിനെ കാണണം, മുന്നോട്ട് പോകണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഈ കേസിൽ ഇനിയിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം എങ്ങനെയാകും മുന്നോട്ട് പോകുക എന്നത് കേരളീയ പൊതുസമൂഹവും ആകാംക്ഷയായിട്ടാണ് കാത്തിരിക്കുന്നത്. കൂടുതൽ അറസ്റ്റുകളിലേക്ക് ഇനിയിപ്പോൾ അന്വേഷണ സംഘം കടന്നേക്കില്ല എന്നൊരു സൂചന പോലും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രതികൾ ഇപ്പോൾ ജയിലിലുള്ള പ്രതികൾ, പ്രത്യേകിച്ചും എൻ വാസുവും പത്മകുമാറും ഒക്കെ തന്നെ ഒരുപക്ഷെ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത് ഇനിയിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സംശയം തോന്നുന്നുണ്ട്. കാരണം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവിടെ കാത്തു നിൽപ്പുണ്ട് പുറത്ത്. അവരുടെ മുന്നിലേക്ക് ചെന്ന് വീഴുമോ എന്നുള്ള സംശയമുണ്ട്. കാരണം ഇവരൊക്കെ തന്നെ വലിയ രീതിയിൽ പേടിയിലാണ്. അതിനാൽ ഒരുപക്ഷെ ഈ സഖാക്കന്മാരിനിപ്പോൾ ജാമ്യം വേണ്ട എന്ന് തീരുമാനിച്ച് ജയിലിൽ തന്നെ കിടക്കാൻ സ്വയം സന്നദ്ധരാകും എന്നാണ് ചില കേന്ദ്രങ്ങളൊക്കെ തന്നെ, ചില രാഷ്ട്രീയ രക്ഷകരൊക്കെ തന്നെ വിലയിരുത്തുന്നത്.